ചിരട്ട കൊണ്ടുള്ള ജഗ്, ചിരട്ട കൊണ്ടുള്ള ഗ്ലാസ് ഇട്ടാ. ചിരട്ട കൊണ്ട് അത്ഭുതം തീർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചേവായിലുള്ള വിജയേട്ടനെ. നമ്മൾ വിജയേട്ടന്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ കാണേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടാ. ചിരട്ട കൊണ്ട്, മരം കൊണ്ട്, അതുപോലെ തന്നെ ചകിരി കൊണ്ടൊക്കെ കണ്ടില്ലേ, ചകിരി കൊണ്ടൊക്കെ നമ്മുടെ കൊക്കിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കാണേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് അറിയുക. വിജയേട്ടൻ എന്തൊക്കെ സുഖല്ലേ? ഓ, സുഖമായിരിക്കുന്നു. എത്ര കാലം ഇപ്പൊ ഇവിടെ ഈ പരിപാടികൾ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്? പരിപാടികൾ കുറച്ച് മുമ്പേ ഉണ്ട്, എങ്കിലും കാര്യമായിട്ട് വരുന്നത് ഇപ്പൊ 2 വർഷമായിട്ടാണ്. 2 വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ളല്ലേ? ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ജഗ് എന്തൊക്കെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്? ഇതിൽ ഉപയോഗിക്കുന്ന കാര്യമായിട്ടും ചിരട്ട തന്നെയാണ്. ചിരട്ട തന്നെ, ചിരട്ടയും പിന്നെ നമ്മളിത് തുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ഇഞ്ചസ് ഒക്കെ വിജാവരികളും അങ്ങനെയുള്ള ഒരു ഇതിനു വേണ്ടി കുറച്ച്, പിന്നെ അതിന് വേണ്ടി കുറച്ച് ഗമ്മൊക്കെ ഉപയോഗിക്കും. ഒക്കെ ചിരട്ടയാണ്. ബാക്കി ചിരട്ട കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും പറ്റില്ല. ഇതിലിപ്പോ ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാല, കുഴപ്പമില്ല. താങ്ങുന്ന വിധത്തിലുള്ള എന്തും പറ്റും. ചിരട്ട താങ്ങണ വിധത്തിലുള്ള ചൂട് എത്രയെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ല. ഓക്കെ. ചിരട്ടയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള എല്ലാം ചെയ്യല്ലേ? സംഭവം നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് എല്ലാ വീട്ടിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ ഷോക്കേസിൽ വെക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, ഉപയോഗിക്കാം. അങ്ങനെയുള്ളൊക്കെയാണ് ഇതിന്റെ. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാനൊരു ഉറുമ്പിനെ കണ്ടപ്പോ എന്റെ ഒരു ഭാവനയിൽ കണ്ടിട്ട് അങ്ങനെ ഒരു കട്ടുറുമ്പിനെ വലുതാക്കി എടുത്താണ്. എത്രത്തോളം ശരിയായി എന്നുള്ളതില്ല. ഫ്രണ്ട്സ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര് വീഡിയോക്ക് താഴെ അഭിപ്രായം അറിയിക്കട്ടാ. കാണുമ്പോ കണ്ടില്ല, ചിരട്ട വെച്ചിട്ടുണ്ടില്ല, അതിന്റെ ഫേസ് വരെ കണ്ടില്ല, ഉറുമ്പിന്റെ രസകരമായിട്ട് തന്നെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെത്ര 3 ചിരട്ട വെച്ചിട്ട്? 3 ചിരട്ടയുണ്ട്. പിന്നെ 3 ചിരട്ടയും പിന്നെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലുകൾക്കും കൊമ്പുകൾ പോലെയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ബാക്കി ഇതൊക്കെ ചിരട്ട കട്ട് ചെയ്ത് വെച്ചാൽ ചിരട്ട. ഇതിൽ ചിരട്ട അല്ലാത്ത ഒന്നുമില്ല അല്ലേ? സംഭവം അടിപൊളിയായിട്ട് ഗമ്മ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇത് പഴയ കാലത്തെ നമ്മള് വണ്ടി ഇതിൽ ആള് ഇരുത്തിച്ചിട്ട് ആള് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. സിനിമയിലൊക്കെ കാണാം ആ സംഭവം അല്ലേ? ഈ വീലൊക്കെ കറങ്ങൂല്ലേ? കറങ്ങും. ഓടിക്കാ ഇതിനനുസരിച്ചുള്ള കപ്പാസിറ്റി. പിന്നെ ഒരു ചെയർ ഉണ്ടാക്കിയതാണ്. ചെയർ അല്ലേ? കംപ്ലീറ്റും ഈ ചിരട്ട ഫുൾ ചിരട്ടായിട്ടല്ലേ? ചെയർ പോലെ ഉണ്ടാക്കി നോക്കിയതാണ്. സംഭവം ഉഷാറായിട്ടുണ്ട്. എങ്ങനെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ പറയാം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കല്ലേ? നമ്മള് ഇതൊക്കെ ഇങ്ങനെ ഓരോ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ നോക്കി ചെയ്യുന്നതാണോ? കുറച്ചൊക്കെ നമ്മൾ കാണും. പിന്നെ നമ്മളെ ഭാവനയ്ക്ക് ചെയ്തു നോക്കും. ചിലപ്പോ ഒന്നുണ്ടാക്കുമ്പോ തെറ്റിപ്പോവും, രണ്ടാമതുണ്ടാക്കും. അങ്ങനെ എടുക്കല്. ഹെലികോപ്റ്ററിന്റെ 3 മോഡലുകളോടെ ചെയ്തിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഓരോന്ന് നോക്കാം. ഉള്ളില് ഇരിക്കാൻ സീറ്റ് വരെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതും ഇമേജ് കണ്ടിട്ട് അങ്ങനെ ചെയ്തതാണോ? ഞാൻ കണ്ടിട്ട് പഴയ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഇത് ഇപ്പൊ പഴയ കാലത്തുള്ള മോഡലാന്നോട്ടല്ലേ? ഇപ്പോഴത്തെ മോഡൽ ഉണ്ടാക്കിയിട്ടില്ല. ഇതിന്റെ ഡോർ ഇങ്ങനെ ടോപ്പിലേക്ക് വരുന്നിട്ട് ഉള്ളില് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സീറ്റൊക്കെ എന്താണ് സംഭവം ചെയ്തിട്ടുള്ളത്? സീറ്റൊക്കെ ചിരട്ട കഷ്ണം മുറിച്ച് വെക്കുന്നതാണ്. അങ്ങനെ എന്നിട്ട് ഗോൾഡ് അവിടെ പെയിന്റ് കൊടുത്തിട്ടുണ്ടല്ലേ? ഓടിക്കുന്നത് കൂടുതൽ എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിവർ വരെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലേ? ഇനി ഒന്നും കൂടെ ഉണ്ടാക്കുമ്പോ നന്നാക്കി എടുക്കണം അല്ലേ? ഇത് ടോപ്പില് കറങ്ങാനുള്ള രീതി തന്നെ സെറ്റ് ചെയ്തല്ലേ? ബാക്കിൽ ഇവിടെ ഉണ്ടല്ലേ? അത് കൺട്രോൾ ചെയ്യുന്നതല്ലേ? ഓക്കെ, ഇതൊരു മോഡൽ അല്ലേ? ഇതൊരു മോഡൽ. പിന്നെ കുറച്ചും കൂടെ വലുപ്പമുള്ള പഴയൊരു മോഡൽ. അതിനെ സീറ്റ് വെച്ചിട്ടില്ലായിരുന്നു. ഇതിന് സീറ്റ് വെച്ചിട്ടില്ല അല്ലേ? ഇത് കുറച്ചും കൂടി വലുതാണ്. നമുക്ക് ഷോക്കേസിൽ കാണാനൊരു അലങ്കാരത്തിനൊക്കെ വേണമെങ്കിൽ അങ്ങനെ കൊണ്ടുവെക്കല്ലേ? കാണില്ലല്ലോ, കംപ്ലീറ്റ് ചിരട്ടല്ലേ? ഫുള്ള് ചിരട്ട. അത് ചിരട്ട അല്ലാത്തതിന്റെ മോൾ ഭാഗത്തുള്ള ഒരു മരത്തിന്റെ കഷ്ണം ചിരട്ട വെക്കാം. അപ്പൊ അത്ര ഒരു ഭംഗി കാണുന്നില്ല. അപ്പൊ കുറച്ചും കൂടി ലെങ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതന്നെ വെച്ചിട്ടുള്ള അല്ലേ? ഇനി ഇത് ബെൻഡാക്കി കൊണ്ടുള്ള ഒരു മോഡല്. ഇത് പിന്നെ ഡോറ് തുറക്കുന്നത് സൈഡിലേക്ക് മാറ്റിക്കൊണ്ട് ഒന്ന്. ഓക്കെ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയായാലും ഇതൊക്കെ എത്ര ദിവസം പിടിക്കും ഇതുപോലെ ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ? കുറേശ്ശെ ചെയ്ത് വെക്കുള്ളൂ. കുറേശ്ശെ ചെയ്യും. എല്ലാ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ മെനക്കെടില്ല. കുറേശ്ശെ ഇങ്ങനെ ചെയ്ത് തീർക്കും അല്ലേ? കുറച്ചായിട്ട് എടുത്ത്. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്റിക്കിന്റെ അതുപോലെ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടില്ല, ഹാൻഡ് മെയ്ഡായിട്ട്, അതും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ചിരട്ട അങ്ങനെ തുടങ്ങിയ മെറ്റീരിയലുകളൊക്കെ ആയിട്ട് അത് ചെയ്തിട്ടുള്ളത്. ഇതൊന്നുമല്ല, കഴിഞ്ഞിട്ടില്ല, ഇനിയും കാണാനുണ്ട്. നമുക്ക് അടുത്ത എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഇത് ചിരട്ടല്ല മെറ്റീരിയൽ, ചകിരിയാണല്ലേ? ചകിരിയിൽ വെച്ചിട്ട് ചകിരിന്റെ കഷ്ണം തന്നെ വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ? ചകിരിയിൽ ഉണ്ടാക്കിയത്. ഓക്കെ, ഈ അടിഭാഗം മാത്രം മരം കൊണ്ട് ഓക്കെ. തോണി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതൊരു സ്റ്റാൻഡിൽ അങ്ങനെ കാണാൻ ഒരു ഫ്രെയിം വർക്ക് പോലെ അങ്ങനെ ചെയ്തിട്ടുള്ളല്ലേ? ഒരൊറ്റ തടിയിൽ തീർത്തിട്ടുള്ള ഒരു സംഭവം ഇപ്പൊ കാണുന്നത് കണ്ടില്ലേ? ഒറ്റ തടിയാണ്. ഇതിലെവിടെയും ജോയിൻ ഒന്നും കാണുന്നില്ല.
ഇതെന്താ സംഭവം? ഇത് ഒരു രൂപം ഇങ്ങനെ എടുത്തതാണ്. ഒരു അരയണ്ണാണോ താറാവാണോ എന്താണ് സംഭവം? താറാവ് പോലെ കിട്ടിയതാണ്. ഇങ്ങനെ ഒരു മരം കിട്ടിയപ്പോ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാല് അതിന്റെ അങ്ങനെ ഒരു വേറെ ഒന്നും കിട്ടില്ലല്ലോ. ഇനി ഇത് വേറെ ഒന്ന് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാനും പറ്റില്ല. ഓക്കെ, അതായത് നാച്ചുറൽ ആയിട്ട് ഒരു മരക്കഷ്ണം കിട്ടിയത് കണ്ടപ്പോൾ അതിമ തീർത്തിട്ടുള്ള ഒരു സംഭവമാണ് ഇതല്ലേ? ബാക്കി ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അങ്ങനെ ഒരു ഷേപ്പിൽ അങ്ങനെ കിട്ടിയതാണ്, ഒന്നിച്ച് പിടിച്ചാലേ. ഇനി ഇതുപോലൊരു സംഭവം ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു തടി കിട്ടണം. അത് പ്രയാസമായിരിക്കും. പ്ലാവിന്റെ വേരിലെ അടിയിലെ വേര് ഒന്ന് ഒരു കൊമ്പ് പുറത്തേക്ക് കണ്ടപ്പോ ഞാനൊന്ന് ചെത്തി നോക്കിയതാ. അപ്പൊ ഇങ്ങനെ ഒരു രൂപം കിട്ടിയല്ലേ? ഇതുപോലെ ഒരാൾ വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാം. ഇനി അതുപോലുള്ള വേരുകൾ കിട്ടണം, അത് കിട്ടില്ല. അപ്പൊ മരം വെട്ടി കിടക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കേട് വരില്ല. കാതൽ ഭാഗങ്ങളാണ്, നല്ല കാതൽ ഭാഗങ്ങളാണ്, വെള്ള ഭാഗങ്ങളൊന്നും ഇല്ല. കുത്തി പോകുന്ന അല്ലെങ്കിൽ കേട് വന്നു ഒരു പ്രശ്നം വരൂല. അപ്പൊ ഇനി എവിടെങ്കിലൊക്കെ മരം മുറിച്ചിട്ട് കിടക്കണമെങ്കിൽ നല്ലൊരു ഷേപ്പ് പോയി കഴിഞ്ഞാൽ എടുത്തു കൊടുത്താൽ മതിയല്ലേ? ഇത് വെള്ളമാണ്. ഇത് പേപ്പറിലാണ്. പേപ്പറിൽ പൊട്ടിയിട്ടല്ലേ? പൗഡർ പുട്ടി ഉപയോഗിച്ച് ചെയ്താണ്. ഇത് വെറുതെ തോട്ടങ്ങളിലൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഒരു കൊക്ക് അത്ര. സിമെന്റിന്റെ ഒക്കെ അടിഭാഗം ഉറച്ചു നിൽക്കാൻ വേണ്ടി കുറച്ച് സിമെന്റ് ഇട്ടിട്ട്. അല്ല, ഈ പുറത്ത് ഈ ഗാർഡൻ സെറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, അവരൊക്കെ സിമെന്റിലെ. ഇത് ഞാൻ പേപ്പർ കൊണ്ട് പൊതിഞ്ഞാണല്ലേ? സംഭവം അടിപൊളിയായിട്ട്. കാല് ഒന്ന് ഇരിക്കാനും വേണ്ടിട്ടുള്ള ഒരു സെറ്റപ്പ് വേണല്ലോ അല്ലേ? ഒരു വെയിറ്റ് ഉള്ള ഇത് പക്കാ ചകിരി അല്ലേ? അടിഭാഗം മാത്രം ഒരു കോൺക്രീറ്റ്, ഒരു വെയിറ്റ് വേണ്ട, വെയിറ്റ് നിൽക്കാനും വേണ്ടി. ഇത് ഫുള്ള് ചകിരിയാണ്. വ്യത്യാസം. ചകിരിയിൽ ഇങ്ങനെ ഓരോ പീസ് ഇതൊരു കഷ്ണം അങ്ങനെ ജറകിന്റെ അവിടെയുള്ള സംഭവമൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ട് ഒരു കൊക്കിനുണ്ടാക്കി നോക്കാം. വെയിറ്റ് ഉണ്ടാവില്ല, അപ്പൊ താനെ വെക്കുമ്പോ വീണു പോകും. അപ്പൊ അടിയിലൊരു വെയിറ്റിന് വേണ്ടി ഒരു കോൺക്രീറ്റ് പോലെ സിമെന്റിന്റെ ഒരു കുപ്പിയിൽ വെച്ച് സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓരോന്ന് കാണുമ്പോ ഓരോന്ന് ഒന്നിനൊന്നും മെച്ചട്ടാ. സംഭവം ഉഷാറായിട്ടുണ്ട്. മരക്കൊമ്പിൽ ഒരു കിളി ഇരിക്കുന്ന കണ്ടില്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നല്ല കേട്ടാ, ഇങ്ങനെ കുറച്ചധികം ഉണ്ട്. അതും ഈ ചിരട്ട് വെച്ചിട്ട് ഇതിൽ മരത്തിൻ്റെ ഒരു കമ്പ് കൊടുത്തിട്ട് അതിലൊക്കെ ഇതേപോലെ കിളികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതിലും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തതാട്ടാ ഈ കാണുന്നത്. ഇതിൽ കണ്ടില്ല, ആ തടിയൊക്കെ കണ്ടില്ലേ? എന്ത് രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു കിളിക്കുഞ്ഞ് ഇരിക്കുന്നുണ്ട് കേട്ടോ, അതിനകത്ത് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. ഇത് ഏതാണ് മരം? ഇത് തേക്കില് ചെയ്താണല്ലേ? എടുത്തിട്ട് ചെയ്ത മരം. ഇത് ഒറ്റ തടിയാണത്? ഇത് ഒറ്റ തടിയല്ലേ? ഈ പക്ഷികൾ ഉണ്ടാക്കാൻ വേണ്ടി ചകിരി ഉപയോഗിച്ചത്. ഇത് ചകിരി ഉപയോഗിച്ച് ചെയ്താണ്. ഇത് നമുക്ക് എടുക്കാൻ പറ്റും, എടുത്തിട്ട് ഓക്കെ. അത്രയും അതിനോ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുള്ളൂ. തിരിച്ചു വെക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിന്റെ പൊസിഷൻ മാറ്റി വെക്കും ചെയ്യല്ലേ? പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഐഡിയയിൽ ചെയ്തായിരിക്കുമല്ലേ? അകത്തുള്ള കാണുമ്പോ അത്ര മതിയല്ലോ. ഒരു കിളിക്കുഞ്ഞ് ഇങ്ങനെ ഇരിക്കണ പോലെയുള്ള ഒരു സംഭവമാണ്. മൊത്തം നോക്കുമ്പോ അങ്ങനെ തോന്നും. ആ ഒരു രീതിക്കാണ് അവിടെ ചെയ്തിട്ടുള്ളത് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇതിൽ വേറെ ഒന്നും കൂടി ഉണ്ട്. ആർക്ക് വേണമെങ്കിൽ കിളി കളർ ഏത് വേണമെങ്കിലും ചെക്ക് കൊടുക്കാം. കളർ ഏത് വേണമെങ്കിലും ചെയ്യല്ലേ? അതുപോലെ തന്നെ ഇത് ഏതാണ്? ഒറ്റ തടിയാണത്? ഇത് കൊമ്പ് ഒറ്റ കൊമ്പായിട്ടാ. ഒറ്റ കൊമ്പ്, ജോയിന്റ് ഇല്ലാത്ത ഒറ്റ കൊമ്പ് കിട്ടിയതാണ്. ഒറ്റ കൊമ്പ് കിട്ടിയപ്പോ ഞാൻ ചിരട്ടയില് ഒരു സ്റ്റാൻഡ് ആയിട്ട് കൊടുത്തിട്ട് കുറച്ച് കിളികളെ വെച്ചു കൊടുത്തപ്പോ എനിക്ക് തോന്നി, അന്നേരം ഭംഗി തോന്നിയപ്പോ ഞാൻ അങ്ങനെ ചെയ്താണ് വെച്ചത്. ഓക്കെ ഓക്കെ. ഇതുപോലെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ടൈം എടുക്കൂലേ? ടൈം ഉണ്ടാവും. ടൈം എങ്ങനെയാലും വരുമല്ലോ. ഓരോന്ന് ഇപ്പൊ ഇതൊക്കെ വഴിന്നൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള വീട്ടിലൊക്കെ പോകുമ്പോ അവര് വെറുതെ കത്തിക്കാൻ വേണ്ടി എടുത്ത് മാറ്റിയിടുമ്പോ എനിക്ക് വേണമെന്നാണ് ഞാൻ എടുത്ത് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ആശയം വരും. അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സാധനമാണ്. പിന്നെ അതുപോലെ ചകിരിയിൽ ചെയ്യുന്ന ഇത് ഫുള്ള് ചകിരിയാണ്. ചകിരിയും ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഫുള്ള് ചകിരിയാണ്. ഈ ഇല ഈ വെക്കുന്ന ലീഫില്ലേ, ഈ ലീഫ് നമ്മൾ എക്സ്ട്രാ ഫിലിമിനെ കൊണ്ട് ഉണ്ടാക്കിയതാ. കാരണം വേസ്റ്റ് നമ്മളിവിടെ എക്സ്ട്രാ ഫിലിം കണ്ടപ്പോ ഞാൻ കട്ട് ചെയ്ത് ലീഫാക്കി മാറ്റിയത്. അങ്ങനെ ഒരു കിളി ചേരിയാണ്, എല്ലാം ചേരി. ബാക്കി ഇത് മാത്രം എക്സ്ട്രാ ഫിലിം വെച്ചിട്ട് ഉണ്ടാക്കിയത്. എക്സ്ട്രായുടെ ഫിലിം കൊണ്ട് ലീഫ്, പിന്നെ ചകിരി, കിളിയൊക്കെ ചകിരിയല്ലേ? കംപ്ലീറ്റ് ചകിരിയാണ്. അടിയിൽ ചേരട്ടാണോ? ഇത് ചേരട്ടാണോ? ഒക്കെ മച്ചിങ്ങ ചേരി. ഓക്കെ. സംഭവം ഇത് തീരെ വെയിറ്റ് ഇല്ല കേട്ടാ. പിന്നെ അതുപോലെ തന്നെ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇത് മച്ചിങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന മച്ചിങ്ങ കൊണ്ട് ഉണ്ടാക്കിയല്ലേ? കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയായി. ഇപ്പൊ അത്ര മെനക്കെടാറില്ല. കട്ട് ചെയ്യുമ്പോൾ കുറെ പോയി പോകും, പിന്നെ അത് വേസ്റ്റ് ആയി പോകും. പിന്നെ ഇതിനോട് കൂടുതൽ മെനക്കെടാറ്. ഇതില് ഫ്രണ്ട്സ് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ മൈന്യൂട്ട് ആയിട്ടുള്ള കണ്ടില്ല, ഇതിന്റെ എയർ വരെ കണ്ടില്ലേ? നല്ല സംഭവം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ഇതിമ തന്നെ ചെത്തിയതാണോ? ഇത് അടക്കടയാ.
ഇത് അടക്കേണ്ടല്ലേ? അടക്കേണ്ടത് വെച്ച് കൊടുത്താ. ഓക്കെ, അത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇതിമ്മ തന്നെ കൊത്തി ബ്ലേഡ് കൊണ്ട് റെഡിയാക്കി. വേറെ തൊപ്പിക്ക് അടക്കത്തോടല്ലേ? ഇതിന്റെ കുഞ്ഞിനും അതേപോലെ തന്നെ ചെയ്തിട്ടുള്ളല്ലേ അടക്കത്തോടല്ലേ? സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ ഒരു കിളിക്കുഞ്ഞി ഇരിക്കുന്നുണ്ട് കേട്ടാ. ഇതേതാ മരം ചേട്ടാ? ഇത് കാഞ്ഞിരം എന്ന് പറഞ്ഞൊരു മരമാണ്. നമ്മളെ കാഞ്ഞിരത്തിന്റെ പറയുന്നതാണ് കാഞ്ഞിരല്ലേ? ഇതിന്റെ അകത്തുള്ള സംഭവമൊക്കെ നാച്ചുറൽ ആയിട്ട് അങ്ങനെ കിട്ടിയ തടിയാണോ അതോ ഒഴിവാക്കിയതാണോ? അല്ല, ഇത് അങ്ങനെ ഒരു വലിയൊരു തടിയായിരുന്നു. അപ്പൊ നോക്കുമ്പോ ഇതിന് ഹോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാനന്ന് ചെത്തിയൊക്കെ നന്നാക്കിയപ്പോ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു കിളിക്കൂട് പോലെ ആക്കാൻ തോന്നിയല്ലേ? ഉണ്ടാക്കി മാത്രം. ഓക്കെ, ഇവിടെ ഒരു പുത്തുണ്ട് കേട്ടാ, കൈയൊക്കെ ഇടാൻ പറ്റണേ. അപ്പൊ അങ്ങനെ ഒരു മൊത്തം ഒരു ഹോളുള്ള ഒരു മര കഷ്ണല്ലേ? ഇതൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടാ. ഇത് ഇങ്ങനെ തന്നെ കിട്ടിയതുകൊണ്ട് അങ്ങനെ തന്നെ നിലനിർത്തിയോണ്ടാണ് തന്നെ ഒരു നാച്ചുറൽ ഒരു എന്താ പറയാ ഭംഗി തന്നെ ഉണ്ട് കേട്ടോ സംഭവത്തിന്. ഇടയിലൊക്കെ ചെറിയ ഗ്യാപ്പിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെറിയ കമ്പുകളൊക്കെ വെക്കണമെങ്കിൽ അഡീഷണൽ കമ്പുകൾ വേണമെങ്കിൽ കയറ്റി കൊടുക്കും ചെയ്യല്ലേ? ഓക്കെ, ഇവിടെ വന്നിട്ട് അങ്ങനെ ഗ്യാപ്പ് അടച്ചതായിരിക്കും. ഉള്ളു മൊത്തം ഗ്യാപ്പ് ആയിരുന്നല്ലോ, അപ്പൊ അത് അണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ലേ? നമ്മള് തുടക്കത്തിൽ കണ്ടില്ലേ ചിരട്ടയുടെ ഗ്ലാസും അതുപോലെ തന്നെ ചിരട്ടയുടെ ജഗും കണ്ടില്ലേ? ഇത്ര സിമ്പിളായിട്ട് ആ സംഭവം ഉണ്ടാക്കിയെന്ന് അറിയാം. പക്ഷെ കുറേ നേരത്തെ അധ്വാനം ഉണ്ടാവും കേട്ടോ. ഇതിനകത്ത് വെള്ളം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ടല്ലേ? വിചാരി കൊടുത്തിട്ടുണ്ടല്ലേ? ഇതൊക്കെ ചെറുതായിട്ട് അങ്ങനെ എവിടുന്ന് സംഘടിപ്പിച്ച് വാങ്ങിക്കാൻ കിട്ടും അല്ലേ? അത് ഗോൾഡ് പെട്ടി ഉണ്ടാക്കുന്ന അങ്ങനെ അത് സംഘടിപ്പിച്ചല്ലേ? ഇനി നമ്മളിതൊന്നും ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ഒരു ഗ്ലാസും ഇങ്ങോട്ട് മാറ്റി വെച്ച് ഇതൊക്കെ ചെറിയ ചിരട്ടനെ ഇതിനായിട്ട് ചെറിയ ചിരട്ടനെ വേണ്ടിട്ടല്ലേ? ഇനി വലിയ ചിരട്ട കൊണ്ട് നമ്മൾ അതുപോലെ തന്നെ ഗ്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? വലിയ ചിരട്ട കൊണ്ടല്ലേ? നമുക്ക് വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ജ്യൂസ് കുടിക്കണം എന്നുണ്ടെങ്കിലും ഒക്കെ സിമ്പിൾ ആയിട്ട് തന്നെ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. ചെറിയ ചിരട്ടയുണ്ട്. ചെറിയ ചിരട്ട ഉണ്ടല്ലേ? ചെറിയ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവം ഉണ്ട് കേട്ടാ. അതുപോലെ തന്നെ ജഗ്ഗിന്റെ വെറൈറ്റി മോഡലുകൾ കാര്യങ്ങളുണ്ടല്ലേ? ചെറിയ പല സൈസിനനുസരിച്ച് വലുപ്പത്തിനും ചെറുപ്പത്തിനൊക്കെ ആയിട്ടുള്ള ചിരട്ട കിട്ടുന്നതിനനുസരിച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അടിയിലുള്ള സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം അടിപൊളി. ഒക്കെ ചിരട്ടൻ്റെ അല്ലേ? ഇതാ മൂന്നാമത്തെ ഒന്നുണ്ട്. എന്താണ് ഇതിമ്മ ഈ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിട്ട് എന്താ ചെയ്യണത്? ഈ ഗ്ലേസിങ് വാർണിഷ് ചെയ്യണത്? അത് വാർണിഷ് അല്ല, അത് ടച്ച് വുഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് പോളിഷും ചിലത് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡാണിത്, ടീപ്പോയി പോലത്തെ അല്ലേ? ഇത് ഗ്ലാസ് വാങ്ങിച്ചതാണ്. ഇത് ഗ്ലാസ് വാങ്ങിച്ചാണ്. അങ്ങനെ കിട്ടിയപ്പോ സ്ക്രാപ്പ് കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ലേ? ഉണ്ടാക്കിയ ഒരു ഇതാണത്. തടിയല്ലേ? സീമക്കൊന്നാണ്. കാതിൽ ഭാഗമാണ്. കേടുവരില്ലേ? കാരണം അതിന്റെ മുകളിൽ ഇതൊന്ന് ഫിറ്റ് ചെയ്താൽ എന്തെങ്കിലും വെക്കാലോ വെച്ചിട്ട്. നല്ല സ്ട്രോങ് ആണ് സംഭവം. ഒന്നും ആവില്ല, അതാണ് അതിന്റെ പ്രത്യേകത. ചിരട്ട കൊണ്ട്, ചകിരി കൊണ്ട്, അതുപോലെ തന്നെ മരം കൊണ്ടൊക്കെ ഉള്ളത് നമ്മൾ കണ്ടിട്ടാ. നമ്മളെ കക്കത്തോടുണ്ടല്ലോ, കക്കത്തോടാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അപ്പൊ കക്കത്തോട് കൊണ്ട് ഒരു സംഭവം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തേൻ കുരുവിട്ടാ, കണ്ടില്ലേ? നമ്മള് വിജയേട്ടൻ തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരും. വിജയേട്ടൻ എന്താണ് സംഭവം? ഇത് രണ്ട് ചിറക് നമ്മളെ ഇതിന്റെ തോടാണ്, എരുന്തിന്റെ തോടല്ലേ? ഇവിടെ കക്ക വീച്ചിട്ട് വാലിന്റെ ഭാഗം, വാലിന്റെ ഭാഗം കക്കത്തോട്, മറ്റേ രണ്ടും ഇത് ചകിരിയാണ്. ചകിരി സെന്ററിലല്ലേ? സെന്ററിൽ അതിന്റെ ഉടൽ ഭാഗം ഉണ്ടാക്കിയത്. പിന്നെ മരക്കമ്പ് വെച്ചിട്ടുണ്ട്. പണി കഴിഞ്ഞില്ല, പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ഫ്ലവറിന്റെ മുകളിൽ താഴെ തൂങ്ങി നിൽക്കുന്ന പോലെ ഇവരിങ്ങനെ തേൻ കുടിക്കുന്ന പോലുള്ള ആ ഒരു സംഭവം ആണ് ചെയ്യുന്നത്. അപ്പൊ അത് മുഴുവനാക്കാൻ പറ്റിയില്ല. അപ്പോഴത്തെ നമ്മള് എങ്ങനെയാണ് ഇതുപോലുള്ള ഒരു സംഭവം പ്ലെയിൻ ആയിട്ടുള്ള സാധനമൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിക്കും കിട്ടുമ്പോ കുറെ ചെയ്യാനുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. വന്നപ്പോ കണ്ടു എന്ന് മാത്രമേ. അപ്പൊ ഇനിയിപ്പോ ഒരു പക്ഷേ തേൻകുരുവി അല്ലാതെ തന്നെ ഇതുകൊണ്ട് ഇനി വേറെ എന്തെങ്കിലും ആശയം വരികയാണെങ്കിൽ അപ്പൊ അതും ഉണ്ടാക്കുമല്ലേ? അങ്ങനെ ഉണ്ടല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മളൊക്കെ ഇതുപോലൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഇതിന്ന് വേറെ ഒന്നും നമുക്ക് തോന്നാനില്ല. പക്ഷെ എടുത്തു വെച്ച് അങ്ങനെ ചെയ്തോണ്ടിരിക്കുക അല്ലേ? സംഭവം കണ്ടില്ലേ? ഈ ഒരു ഷേപ്പ് വന്നപ്പോ തന്നെ എന്തൊരു പെർഫെക്റ്റ് ആണെന്നറിയാം. കാണാതെ ആ ഒരു ഷേപ്പിലേക്കൊക്കെ അടിപൊളിയായിട്ട് എത്തിയുണ്ട് കേട്ടോ. ഇനി അതിന്റെ പെയിന്റിങ് കൂടി വന്നു കഴിഞ്ഞാൽ കളർ വരണല്ലേ? പിന്നെ കണ്ണ് അങ്ങനെ കുറച്ചും കൂടി സംഭവം എത്തി കഴിഞ്ഞാൽ ഒന്നുകൂടി ഷെയറാവും അല്ലേ? ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടെങ്കിൽ അതൊരു വേറെ ലെവൽ തന്നെയാണ്. ഈ മുകളിൽ കാണുന്നതൊക്കെ നമ്മുടെ വേരാട്ടാ, മരങ്ങളുടെ ഒക്കെ വേരുണ്ടല്ലോ, ഈ വേരാണ്. പക്ഷെ ഈ വേരിന്റെ അടിവശത്തുള്ളത് ഇത് വേരല്ല. പക്ഷെ നമ്മളിങ്ങനെ പെയിന്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞ സമയത്ത് ഇത് പക്ക ഒരു വേരായിട്ട് നമുക്ക് തോന്നും അടിയിലൊക്കെ. ചേട്ടാ, ഇതിന്റെ അടിവശത്ത് എന്താണ് ചെയ്തിട്ടുള്ളത്? നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഇത് എംസിയിൽ ഇട്ടിട്ട് ചെയ്തിട്ട് അതില് വേര് പോലെ ഒന്ന് ചെയ്ത് വെച്ചാ ഷേപ്പ് ചെയ്തിട്ട് പിന്നെ പെയിന്റിംഗ് കൊടുത്ത സമയത്ത് അതിനും കൂടി മിക്സ് ചെയ്ത് ചെയ്തല്ലേ? വേരിന്റെ കഷ്ണമൊക്കെ അതിലോട്ട് ഒട്ടിച്ച് വെച്ചിട്ട് അത്രയൊക്കെ ഉള്ളൂ. എന്നെ കൊണ്ട് ചെയ്ത് വെച്ചു.
സംഭവം കണ്ടില്ലേ, MC-ലാണ് അടിയിൽ. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമ്മളിത് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒരു വേര് പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വേറൊരു മോഡലുണ്ട് ഇവിടെ. ഇതൊക്കെ എന്തിന്റെ പേരാണ്? ഇത് കാണുന്ന മരങ്ങള് ഇന്നൊന്നുമില്ല. എവിടുന്നേലൊക്കെ ഓരോ കാണുകയാണെങ്കിൽ അപ്പൊ അങ്ങനത്തെ ഇതൊക്കെയല്ലേ, കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിട്ട് അതിനോട് മോഡൽ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യല്ലേ. നമ്മള് നമ്മളതായിട്ട് സ്വന്തം കിട്ടിക്കോളന്നില്ല, വാങ്ങിക്കേണ്ടി വരും, ചിലത് വാങ്ങിക്കേണ്ടി വരും അല്ലേ. കൊക്കുകൾ കൂട്ടത്തോടെ ഇങ്ങനെ നിൽക്കണത് നമുക്ക് കാണാൻ പറ്റൂട്ടാ. നല്ല ഭംഗിയുണ്ട് ഇപ്പൊ. പക്ഷെ ഇതിന് മുമ്പ് എന്താ സ്ഥിതി എന്നുള്ള അറിയോ? ഈ കാണുന്ന ചകിരിന്നാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തുള്ളത്. ഇതെന്താ സംഭവം? ഇത് ചകിരി ഞങ്ങൾ മച്ചിങ്ങ എന്നൊക്കെ പറഞ്ഞ ഉള്ളിലൊന്നും ഉണ്ടാവില്ല, അതിന് കേട് വന്ന് പോയ സംഭവം. അത് എടുത്തിട്ട് ഇങ്ങനെ ചെത്തി ഒഴിവാക്കി വെക്കും. അപ്പൊ ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. ഇങ്ങനെ അന്നേരം നന്നായി മിനുസാക്കിയിട്ട് അങ്ങനെ ഷേപ്പ് ആക്കി എടുത്തിട്ട് പണിയെടുക്കണം. ഇത് നല്ല പണിയെടുക്കണം അല്ലേ. ഈ കാണുന്ന ചകിരി ഉണ്ടല്ലോ, ഇതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം അത്രയും ഫിനിഷിങ്ങിലേക്ക് ഈ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഷേപ്പ് സംഭവങ്ങളായിരിക്കും ഈ കാണുന്ന ഭാഗങ്ങളല്ലേ. പെയിന്റ് ചെയ്യാത്തോണ്ട് അത് അങ്ങനെ തന്നെ കാണാം. ഓക്കെ, പെയിന്റ് ചെയ്യാത്തോണ്ട് അങ്ങനെ തന്നെ. കളറാക്കി വൈറ്റ് ആണല്ലോ വെക്കുന്നുള്ളതില്. ഇത് വൈറ്റ് ആക്കി ഓരോന്ന് അതിന്റെ രീതി ഇതൊന്നും കൂടി ഡാർക്ക് ആക്കിയിട്ടുണ്ടല്ലേ. ഡാർക്ക് ആക്കി ഓരോ മോഡലാക്കി ഉണ്ടാക്കി. ചിരട്ട കൊണ്ട് നമ്മൾ ഇതുവരെ പലതും കണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചിരട്ടക്കുള്ളിലെ അമ്പലാട്ടാ. ലൈറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കണ്ടില്ലേ, നല്ല രസമായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഒരൊറ്റ ചിരട്ടയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു ചിരട്ടയാണ്, ഒറ്റ ചിരട്ടയല്ലേ. പിന്നെ ഇരിക്കാൻ സ്റ്റാൻഡിന് ഇത് ഒക്കെ വേറെ ആയിരിക്കും. ഈ ചിരട്ടേന്റെ തന്നെയാണ് ഈ ഡോറുള്ളത്. അടിഭാഗത്ത് നിന്ന് നിൽക്കാൻ വേണ്ടിട്ട് നമ്മൾ വേറെ പീസ് വെച്ച് കൊടുത്തു മാത്രം. ഓക്കെ, ഇതിപ്പോ ആവശ്യക്കാർ പറയുന്നതിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്തു കൊടുക്കും. ഏത് ദൈവങ്ങളെ വേണമെങ്കിലും പള്ളിയിലാണെങ്കിലും ഏതും ചെയ്യാൻ നമുക്ക് സാധിക്കും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് തരുന്ന സാധനം അവർ തരികയാണെങ്കിൽ അതും പറ്റും. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഉള്ളിൽ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും വെച്ചിട്ടുള്ള സ്പേസ് കൊള്ളുന്നത് ഉള്ളിലുള്ള സ്ഥലത്ത് കൊള്ളുന്ന വിധത്തിലേ പറ്റുള്ളൂ. ഏതെങ്കിലും വലുതൊന്നും നമുക്ക് വെക്കാൻ ഇതിൽ കഴിയില്ലല്ലോ. ഓക്കെ, ചിരട്ടന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള എങ്ങനെ വേണമെങ്കിലുള്ള സംഭവം വെച്ചിട്ട് ചിരട്ട കിട്ടുന്നെങ്കിൽ അതുപോലുള്ള ചെറിയ വലുപ്പത്തിലുള്ള ചെയ്തിട്ട് എന്ത് ചെയ്യും, കൊടുക്കാൻ പറ്റില്ല. ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ലൈറ്റ് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് ഇതാണ് വേറെ ചെറിയ ഷേപ്പില്. നേരത്തെ ഒന്നും കൂടി റൗണ്ട് ഒന്നും കൂടി ഓവൽ ഷേപ്പിലുണ്ടല്ലേ. ചിരട്ട എങ്ങനെ കിട്ടുന്നു അതിനനുസരിച്ച് ചെയ്യാൻ പറ്റില്ലേ. ഇത് അടച്ചു വെക്കുകയും ചെയ്യാം. അടച്ചു വെക്കും. അങ്ങനെ അടച്ചു വെക്കുകയും ചെയ്യാം. ആവശ്യമുള്ളപ്പോൾ നമുക്ക് തുറക്കാം. ബാക്കിൽ ലൈറ്റിന്റെ സ്വിച്ച് ഉണ്ട്, ഓണാക്കാം, ഓഫ് ആക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യല്ലേ. ഓക്കെ, അപ്പൊ അത് ചിലർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ കുറെ പേര് കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനൊക്കെ ഓർഡർ വന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ. പിന്നെ സീനറി വേറെ എന്തെങ്കിലും ഐറ്റം ആണെങ്കിൽ ഒന്ന് ചെയ്യാം. ഫ്ലവറോ അല്ലെങ്കിൽ സീനറിയോ എന്ത് വേണമെങ്കിലും അതിനുള്ളിൽ ഇപ്പം വെള്ളച്ചാട്ടം വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇനിയിപ്പോ ആരെങ്കിലും ഇപ്പൊ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആവശ്യത്തിനൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കല്ലേ. ചെയ്ത് കൊടുക്കാം. ഫ്ലവറിന്റെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാലേ. ഇത് ചിരട്ടിനുള്ളിൽ വെക്കുന്ന ആ പരിമിതിയിൽ നിന്നുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യല്ലേ. കൊള്ളാവുന്ന വെച്ചില്ലേ. ലൈറ്റ് കൊണ്ടുള്ള മറ്റു സംഭവങ്ങളും ഉണ്ട്. നമ്മൾ ഇതുപോലുള്ള ലൈറ്റുകളൊക്കെ ബെഡ്റൂമിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ പ്ലാസ്റ്റിക്കിലും മറ്റുള്ള മെറ്റീരിയലൊക്കെ ഉള്ള സംഭവം ഉണ്ടായിരിക്കും. ഇതുണ്ടല്ലേ ചിരട്ടയില് ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ഓൾട്ടാവും അല്ലേ. ഓൾട്ട് അല്ലേ. അപ്പൊ ബൾബ് അടിയില് ബൾബ് ഇടാനുള്ള ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇതിനകത്ത് ഇപ്പൊ വൈറ്റ് ആയിട്ടുള്ള അല്ലേ. കളർ മാറ്റുന്നതനുസരിച്ച് നമുക്ക് കൂടി കളർ മാറിക്കൊണ്ടിരിക്കും അല്ലേ. വേറെ ഉണ്ടല്ലേ. ഈ ലൈറ്റ് ഇട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ രാത്രി ആയിരിക്കും കേട്ടോ. അതിന്റെ വിഷ്വൽ ഒന്നും കൂടി നല്ല പവറായിട്ട് കിട്ടുക. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ഡെമോ പകല് ഇപ്പോൾ വന്ന സമയത്തൊന്ന് കാണുക എന്നുള്ളൂ. നേരത്തെ കണ്ടതിലും ചെറിയൊരു വ്യത്യാസമുള്ള സംഭവമായിട്ടത് കണ്ടില്ലേ. ഒരേ സൈസ് ഹോൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിങ്ങനെ ഒരേ അളവിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ മിക്സായിട്ട് പല രീതിയിൽ പല സ്ഥലങ്ങളിലെ പൊസിഷൻ ഉണ്ടായിരുന്നത്. ഇത് ഈ ഒരു സ്റ്റൈലിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കൗങ്ങിൻ്റെ കുറ്റി എന്നൊക്കെ പറയല്ല, അടിവേര്. നമ്മളൊക്കെ സാധാരണ എന്ത് ചെയ്യും, ചിലപ്പോൾ കവുങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങനെ മണ്ണിൽ ദ്രവിച്ച് പോകാറാണ്. ചിലരെന്ത് ചെയ്യും, മാന്തി എടുത്തിട്ട് എന്ത് ചെയ്യും, വിറക് ആവശ്യത്തിന് എടുക്കും. ഇത് കണ്ടില്ല സംഭവം. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് അതായിരിക്കും നിങ്ങൾക്കൊക്കെ വീഡിയോ കാണുന്നവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. എന്നാൽ കണ്ടില്ല. അതുകൊണ്ട് മുള്ളം പന്നിയുടെ ഒരു രൂപം ഉണ്ടാക്കിയെടുത്തുള്ളത് ഫേസ് കാര്യങ്ങൾ ഇവിടെയൊക്കെ ഇതിൻ്റെ ഈ ഭാഗത്ത് പുട്ടിയിട്ട് കൊടുത്തിട്ട് അതിൽ കണ്ടില്ലേ മൂക്കും കണ്ണും കൊമ്പൊക്കെ വെച്ച് കൊടുത്ത് ഇവിടുന്ന് ഇങ്ങനെ ലോങ് വ്യൂവിൽ നോക്കി കഴിഞ്ഞ് കണ്ടില്ലേ ഒരു മുള്ളം പന്നിയുടെ ആ ഒരു രൂപ സാദൃശ്യത്തിലേക്ക് ഈ ഒരു കൗങ്ങിയുടെ കുറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിജയേട്ടൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിജയേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടല്ലോ കുറേ സംഭവങ്ങൾ കേട്ടോ, അതൊക്കെ കണ്ടില്ല. അതിൻ്റെ തുടക്ക സ്റ്റേജാണ് ഇവിടെ കാണുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.